നവംബർ 1-നാണ് കേരളം ആ മഹാപ്രഖ്യാപനം നടത്തിയത്. അതിദരിദ്രരില്ലാത്ത സംസ്ഥാനം. അങ്ങനെ ഒരു പക്ഷെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്കും അത് കയറിയിട്ടുണ്ടാകാം. കാരണം 28 കോടിയോളം അതിദരിദ്രർ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അങ്ങനെ അത്രയധികം അതിദരിദ്രരുള്ള ഇന്ത്യയിൽ നിന്ന് ഒരു സംസ്ഥാനം അതിദരിദ്രരില്ലാത്ത സംസ്ഥാനമായി മാറുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മാറ്റമാണ്. അതുകൊണ്ട് തന്നെ അത് ഗിന്നസ് ബുക്കിൽ എത്തിപ്പെട്ടിട്ടുണ്ടാകാം. എന്തായാലും അന്നേ അതിനെ ചോദ്യം ചെയ്തവരിൽ പെട്ട ഒരാളാണ് ഞാനും. കാരണം ഇന്ത്യയുടെ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും സഞ്ചരിച്ച് അവിടുത്തെ ജനജീവിതം നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഓരോ പ്രോജക്റ്റിനായിട്ടും അങ്ങനെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ PhD വർക്കിന് വേണ്ടി ഒക്കെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളില് എല്ലാ ജില്ലകളിലും ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടുത്തെ ജനജീവിതത്തെ പറ്റി ഏകദേശം അറിയാവുന്ന എനിക്ക് അത്ഭുതമായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് കേരളത്തെ കണക്കാക്കപ്പെടുന്നു എന്ന് വന്നപ്പോൾ. കാരണം എനിക്കറിയാമായിരുന്നു അതിദരിദ്രർ നിരവധിയുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംശയം തോന്നിയതും എതിർപ്പ് രേഖപ്പെടുത്തിയതും. അപ്പൊ ഇപ്പൊ നമുക്ക് കാണുന്നത് എന്താണ്? ആറളം ഫാം. ആറളം ഫാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥ. തിരുനെല്ലിയിൽ തന്നെയുള്ള ഒരു പബ്ലിക് സ്കൂള്, അതായത് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ട്രൈബൽ പബ്ലിക് സ്കൂള്, ഒരേ ഒരു ശുചിമുറിയിൽ 130 പെൺകുട്ടികൾ ആവശ്യങ്ങളെല്ലാം നിർവഹിക്കുന്നു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് ഏതാനും മാസം മുൻപ് പുറത്തു വന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ആറളം ഫാം തിരുനെല്ലിയുമായിട്ട് ബന്ധപ്പെട്ട ഇടമല്ല. കുറച്ചും കൂടി വ്യത്യസ്തമായ മേഖലയിലാണ് ആറളം ഫാം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ അവിടെയും ആദിവാസികളും ട്രൈബൽസും ഒക്കെ തന്നെയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ കണക്ക് പറയുന്നത്, ആറളം ഫാമില് കണ്ണൂർ ആറളത്തെ പുഴയോരത്ത് കുടിൽ പോലും ഇല്ലാതെ 44 കുടുംബാംഗങ്ങൾ പണിയരാണ് അവര്. അതായത് പൊതുവെ ഈ ആദിവാസികളുടെ ഇടയിൽ തന്നെ ഏറ്റവും ദരിദ്രരും വിദ്യാഭ്യാസം കുറഞ്ഞവരുമാണ് പണിയർ എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഏറ്റവും വലിയ അധിവാസ മേഖല എന്ന് പറയുന്ന ആറളത്തെ 13-ാം ബ്ലോക്കിലെ 53-ാം ഭാഗത്തെ വിയറ്റ്നാം പുഴയോരത്താണ് പണിയ വിഭാഗത്തിൽപ്പെട്ട 44 കുടുംബങ്ങൾ കഴിയുന്നത്. 2008 മുതൽ അവര് പട്ടയം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇവരിൽ ഏറിയ കൂറും ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന പണിയരാണ്. കേരളത്തിൽ തന്നെ പണിയരുണ്ട്, പക്ഷെ ഇവരിൽ അധികം പേരും തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ്. ആറളം ചതിരൂർ 110 കോളനിയിൽ താമസിച്ചിരുന്നവരാണ്. അവിടുത്തെ ജീവിതം ദുരിതമായപ്പോൾ പുനരധിവാസ മേഖലയിൽ സ്ഥലം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ട്രൈബൽ സെറ്റിൽമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് മിഷന് അപേക്ഷയും നൽകി കാത്തിരിക്കുന്നത്. 2008 മുതൽ ഇവര് ഈ കാത്തിരിപ്പിലാണ്. അപ്പൊ എന്താണ് ഇവരുടെ പ്രത്യേകത? 130 മനുഷ്യർ, 2 ശുചിമുറി, ഇതാണ് അവർക്ക് ആകെയുള്ളത്. കിടക്കുന്നത് എവിടെയാണ്? പുഴയോരത്ത് പുതപ്പ് വിരിച്ച് അതിൻ്റെ മുകളിലാണ് അവർ കിടക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ഉള്ള അവസരങ്ങളിൽ അവർക്ക് കിടപ്പോ ഉറക്കമോ ഒന്നും സാധ്യമല്ല. ഇപ്പം നമ്മൾ ഓർക്കേണ്ടത്, ആറളം ഫാമില് ആണ് അതിൻ്റെ ഭാഗത്താണ് ഈ ഭീതിജനകമായ ജനവാസം കുടികൊള്ളുന്നത് എന്ന് ഓർക്കണം. എന്താണ് ആറളം ഫാമിന്റെ പ്രത്യേകത? പകലും രാത്രിയും കാട്ടാന ഇറങ്ങുന്ന ഒരു മേഖലയാണ് ആറളം ഫാം മേഖല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് നമുക്ക് ഒരു നല്ല മറയുണ്ടെങ്കിൽ, അതായത് നല്ല ആനയ്ക്ക് തകർക്കാൻ എളുപ്പമല്ലാത്ത തരത്തിലുള്ള മതിലുള്ള ഒരു വീട് ഉണ്ടെങ്കിൽ, പക്ഷെ സാധാരണ ആനകള് വളരെ വലിയ കടുപ്പമില്ലാത്ത, അതായത് കോൺക്രീറ്റ് വീടുകളല്ല, ഇല്ലി കൊണ്ട് ബാമ്പു കൊണ്ട് ചെയ്ത വീടുകളാണെങ്കിൽ പോലും അടിച്ചു തകർക്കാനൊന്നും ആനകൾ സാധാരണ മുതിരാറില്ല. അവയെ പ്രകോപിപ്പിച്ചാൽ മാത്രമാണ് അവ തിരിച്ചടി കൊടുക്കണം എന്ന് വിചാരിച്ച് പ്രവർത്തിക്കുക. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കാട്ടാനകൾ അത്തരം പ്രകോപനപരമായ മാർഗങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു അടച്ചുകെട്ടോ ഒന്നുമില്ല.
ഒരു വീടെന്ന് പറഞ്ഞ സാധനം പോലുമില്ല. വെറും പുഴയോരത്ത് പുതപ്പ് വിരിച്ച് കിടന്നുറങ്ങുന്നു. അവർക്ക് വെളിച്ചം എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി അല്ല, അതായത് നക്ഷത്രങ്ങളുടെ വെളിച്ചം, അതുപോലെ തന്നെ ടോർച്ച് വെളിച്ചം, ഇതൊക്കെയാണ് അവർക്ക് വെളിച്ചമായിട്ടുള്ളത്. ഇഴജന്തുക്കൾ ധാരാളമുള്ള മേഖലയാണ്. പെരുമ്പാമ്പ് മുതലുള്ള എല്ലാവിധ ഇഴജന്തുക്കളുമുള്ള മേഖലയാണ് ഈ ആറളം ഫാം മേഖല എന്ന് പറയുന്നത്. അപ്പൊ ആന, പെരുമ്പാമ്പ്, മറ്റെല്ലാത്തരം ക്ഷുദ്രജീവികളും വസിക്കുന്ന ഒരു മേഖലയിൽ വീട് പോലും ഇല്ലാതെ 16 വർഷമായിട്ട് കഴിയുന്ന ആദിവാസികൾ, അവരെ അതിദരിദ്രരെ നോക്കി, അതായത് കില വഴിയായിട്ട് അതിദരിദ്രരെ പറ്റിയുള്ള പഠനം നടത്തി വലിയ ഒരു എന്താ പറയല്, ഏതാനും ലക്ഷം പേരാണ് അതിദരിദ്രരെ കണ്ടുപിടിക്കാനായിട്ട് കേരളം മുഴുവനും ഡേറ്റ കളക്ഷനും, അതായത് ഇവരെ കണ്ടെത്താൻ വേണ്ടി നടന്നത് എന്നൊക്കെയാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് പ്രഖ്യാപിച്ച നവംബർ 1 വന്ന വാർത്തകളിൽ നാം കണ്ടത്. അപ്പോൾ ഈ പറയപ്പെട്ട ലക്ഷക്കണക്കിന് പേര് ഡേറ്റ കളക്ഷനും ആൾക്കാരെ കണ്ടെത്താനും വേണ്ടി നടന്ന വേളയില് ഈ ആറളം ഫാമിൽ എത്തിയില്ലേ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ അതിദരിദ്രരുള്ള ഒരു മേഖലയാണ് ആറളം ഫാം മേഖല. അവിടെ എത്തിയില്ലേ? അവരെ ഒന്നും കണ്ടില്ലേ? ശരിയാണ്, ഗീതാനന്ദനും CK ജാനുവും ഒക്കെ അതിനെതിരായിട്ട്, ഈ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനത്തിനെതിരായിട്ട് വാർത്തകൾ നൽകിയിരുന്നു. അതായത് അവിടെ നിന്നുള്ള പ്രഗത്ഭരായ ആദിവാസികൾ തന്നെ ചാനൽ ചർച്ചകളിലൊക്കെ പറഞ്ഞിരുന്നു, അങ്ങോട്ടൊന്നും അതിദരിദ്രരെ അന്വേഷിച്ച് ഒരു പഠനത്തിനും ആരും വന്നിട്ടില്ല, ഒരു കണക്കും എടുത്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ കഴിയുക എന്ന് ചോദിച്ച ധാരാളം പേരുണ്ടായിരുന്നു. പക്ഷെ അവരെയൊക്കെ അവഗണിച്ചുകൊണ്ടാണ് അതിദരിദ്രരില്ലാത്ത കേരളം എന്ന ഒരു പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയത്. ഇപ്പൊ നമുക്ക് മനസ്സിലായി, ഇത് ഈ പത്രങ്ങളുടെ മഹത്വം കൊണ്ടുകൂടിയാണ് കേട്ടോ. മനോരമ പത്രം ഇങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നത് അവരുടെ കർത്തവ്യ നിർവഹണത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? 130 മനുഷ്യരാണ് 2 ശുചിമുറി കൊണ്ട് ഈ 16 വർഷവും കഴിയുന്നത് എന്നോർക്കണം. അതിന്റെ ഫ്ലഷ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. സത്യത്തിൽ അങ്ങനെ ഒരു ശുചിമുറി ഉണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അവര് ഓപ്പൺ ആയിട്ടുള്ള സാഹചര്യങ്ങളിലാണ് ശുചിമുറിയുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത് എന്ന് പറയുകയായിരിക്കും നല്ലത്. അപ്പൊ അവിടെയും നമ്മൾ ഓർക്കണം, ഇത് നമ്മുടെ സസ്റ്റൈനബിലിറ്റി, പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റിയെ എത്രയധികം ബാധിക്കുന്നു. പ്രകൃതിയുടെ സസ്റ്റൈനബിലിറ്റിയേക്കാൾ എത്രയോ കൂടുതലാണ് ഈ 130 മനുഷ്യർ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്നാണ് നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെപ്പോലെ അവരും പൗരന്മാർ തന്നെയാണ്, ഈ രാജ്യത്തെ പൗരന്മാർ. ഒരുപക്ഷെ അവരും വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇല്ലായിരിക്കും കേരളത്തിൽ, പ്രത്യേകിച്ച് അവർ തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആദിവാസികളായതുകൊണ്ട് തന്നെ വോട്ടേഴ്സ് ലിസ്റ്റിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഇതൊന്നും നോക്കാനും ഇവരുടെ അവകാശങ്ങളെ പറ്റി അവരെ ബോധവാന്മാരാക്കാനും അവരുടെ അവകാശങ്ങൾ നേടിക്കൊടുക്കാനും ശ്രമിക്കുന്നവരും വലിയ കാര്യമായിട്ടൊന്നും കാണില്ല. എല്ലാവരും ഇപ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ്കാരാണല്ലോ. പക്ഷേ ഇത്തരം ഒരു സാഹചര്യത്തില് ഈ അവരെങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ സ്തുതി പറയേണ്ട ഒന്നുണ്ട്. അതായത് ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഓഫ് 2013, 2013 നമ്മുടെ ഭക്ഷ്യ സുരക്ഷാ ആക്ട്, ആ ആക്ട് അനുസരിച്ച് അവർക്ക് 30 കിലോ ധാന്യം അരി കിട്ടുന്നുണ്ട്. അരി മാത്രമല്ല, അതിനോടനുബന്ധിച്ച് അവർക്ക് മറ്റ് തരത്തിലുള്ള സാധനങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടാകും. എന്തൊക്കെയാണ് എന്നത് ഉറപ്പില്ല. പക്ഷെ ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പറയുന്ന അനുസരിച്ച് ഏറ്റവും താഴ്ന്ന വരുമാനക്കാർക്ക് 30 കിലോ അരി മാത്രമല്ല, അതിൻ്റെ കൂടെ പയറുവർഗ്ഗങ്ങളും ഒക്കെ എപ്പോഴും കിട്ടുന്നുണ്ടാവില്ല, വല്ലപ്പോഴുമെങ്കിലും പയറുവർഗ്ഗങ്ങൾ, മാസത്തിൽ ഒരിക്കലെങ്കിലും പഞ്ചസാര, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ലഭ്യതയുണ്ട്. അതൊക്കെ കൊണ്ട് അവരങ്ങനെ ജീവിക്കുന്നു എന്ന് വേണം കരുതാൻ. അപ്പൊ ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇല്ലായിരുന്നെങ്കിലോ കേരളത്തിലെ തൊഴിൽ ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ അവർ തൊഴിൽ രഹിതരായി പട്ടിണി കിടന്നേന്. അത്തരം ഒക്കെയുള്ള വലിയ ദുഃഖാവസ്ഥയിൽ, അതായത് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ മനുഷ്യരെ പറ്റി, തൊഴിലാളികളെ പറ്റി ചിന്തിക്കുന്ന അതായത് നല്ല ഭദ്രമായ, നല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശമ്പളവും തൊഴിൽ സാധ്യതകളും സൗകര്യങ്ങളും
തൊഴിലിൽ നിന്ന് പിരിയുമ്പോൾ അവർക്ക് പെൻഷനും എല്ലാമുള്ള ഒരു കാലാവസ്ഥയാണ് മാന്യമായ ജീവിതത്തിന് വേണ്ട തൊഴിൽ കാലാവസ്ഥയായിട്ട് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ കാണുന്നത്. ആ പറയപ്പെട്ട യാതൊരു സൗകര്യവും ഇല്ലാത്ത 130 പേരുടെ ഒരു ചെറിയ ലോകം. ഈ ചെറിയ ലോകം ഒരുപാട് പേര് ഡേറ്റ കളക്ഷന് പോയിട്ടും കണ്ടെത്തിയില്ലെന്നും ഇവരുടെ അതിദാരിദ്ര്യം തിരിച്ചറിഞ്ഞില്ലെന്നും അതിനുവേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുമുള്ളത് ഈ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ മുഖത്തേറ്റ ഏറ്റവും വലിയ കറുത്ത പാടുകളായിരിക്കും. ആ പാടുകൾ മാറിപ്പോകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.